السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള തഖ്വ, സൂക്ഷ്മത, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുന്ന രംഗത്തുള്ള ശ്രദ്ധയും നിഷ്ഠയും നോമ്പിൻ്റെ ലക്ഷ്യമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ സൂക്ഷ്മതയും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒരിക്കലും കൈമോശം വന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയ്ക്കിടെയുള്ള ആ ഒരു വസിയ്യത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നോമ്പിലൂടെ എന്നല്ല, ജീവിതത്തിലുടനീളം എല്ലാ രംഗങ്ങളിലും തഖ്വ ശീലിച്ചെടുക്കാനും തഖ്വ പാലിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഹലോകത്തെ കണ്ട് മതിമറന്നു പോയ സത്യനിഷേധികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തന്നെ പൊതു സ്വഭാവത്തിൽ പെടുത്താൻ കഴിയുന്ന അവന്റെ ഒരു ജീവിതത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തോടുള്ള മനോഭാവത്തെക്കുറിച്ച് പറയുന്ന പല ആയത്തുകളിൽ ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 3-4 കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മറിയുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അതിലൊരായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചു, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, ഈ ഇഹലോക ജീവിതം എന്നത് ലഅബുൻ, അത് കളിയായി കാണുന്ന കളികളാണ്, അല്ലെങ്കിൽ കളിയായി കാണുന്ന ഒരു അവസ്ഥയാണ്. വലഹുൻ, യാതൊരു ഉപകാരവുമില്ലാത്ത വിനോദങ്ങളായി, ഒരാവശ്യവുമില്ലാത്ത കുറെ കാര്യങ്ങൾ, ഒരു കാര്യത്തോടും പ്രാധാന്യമോ ഗൗരവമോ കൊടുക്കാതെ, ഒരു കാര്യഗൗരവമില്ലാതെ, ഒരു കാര്യത്തിനും ഗൗരവം കൊടുക്കാതെയുള്ള ചിന്തകൾ, ലഘുവായ കാര്യങ്ങൾ, വസീനത്തുൻ, അലങ്കാരം, വതഫാഖുറുൻ ബൈനകും, പരസ്പരമുള്ള പെരുമ നടിക്കലുകൾ, പൊങ്ങച്ചമുറയലുകൾ, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളും അതുപോലെ തന്നെ സമ്പത്തുമൊക്കെ കൂടുതലുണ്ട്, അതിന്റെ പെരുപ്പം മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ കാണിക്കുക, പറയുക. ഇതിനെ പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ വളരെ രസകരമായ ഒരു വിശദീകരണം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞത് അത് ഓരോന്നിനു ശേഷം വരുന്ന ഒരു തുടർച്ചയായി വരുന്ന മനുഷ്യന്റെ ജീവിത കാലഘട്ടങ്ങളുമായി നമുക്ക് വളരെ എളുപ്പം കൂട്ടിയോജിപ്പിക്കാമെന്നാണ്. അഥവാ ചെറിയ ഒരു കുട്ടി മുതൽ തുടങ്ങി കളിയിലൂടെ തുടങ്ങി ലൈബിൽ തുടങ്ങി പിന്നെ ഒരു കൗമാരപ്രായത്തിൽ എത്തുമ്പോൾ ഒരു ലഘുവായി ജീവിതത്തോട് യാതൊരുവിധ ഒരു കാര്യഗൗരവമില്ലാതെ ജീവിതത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തോട്, ദീനിനോടോ അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിന്റെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളോടോ ഒന്നും ഒരു കാര്യഗൗരവമില്ലാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. വസീനത്തുൻ, പിന്നെ ഒരു യൗവനപ്രായം എത്തുമ്പോൾ അലങ്കാരം പ്രകടിപ്പിക്കാനും ഭംഗിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കുന്നതിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാലഘട്ടം. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞൊരു മധ്യവയസ്കത്വം, തഫാഖുറുൻ ബൈനകും, ജീവിതത്തിലെ അതുവരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരോട് മേനി പറയുക, പൊങ്ങച്ചം പറയുക, ഇന്നതൊക്കെ ചെയ്തു, ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെയും കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെയും വയസ്സാകുമ്പോൾ തകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, അപ്പൊ മക്കളും അതുപോലെ തന്നെ ജീവിതത്തിൽ അത്യാവശ്യം സാമ്പത്തികമായ ഒരു സുസ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഒരു ജീവിതം ഒരു കരക്കടുപ്പിച്ചു എന്ന് തോന്നുന്ന രൂപത്തിലായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് മക്കളെയും അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ താൻ ഇത്ര നാളുണ്ടാക്കിയ സമ്പത്തിനെ കുറിച്ചും അതിന്റെ ഒരു വലിപ്പം, ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതാണ് എന്നൊരു ചിന്തയും
അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തിലെ ഘട്ടങ്ങൾ അനുസരിച്ചാണ് അങ്ങനെ എന്ന് വിശദീകരിച്ച ചില പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അത് മാത്രം എന്നതല്ല, ഏത് ഘട്ടത്തിലായിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും മാറി മനുഷ്യൻ അവന്റെ ജീവിതത്തോട് പ്രകടിപ്പിക്കും എന്നതൊരു ശരിയാണ്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു ജീവിതത്തിലൊരു കുടുംബം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്, തറവാട്, ഇതിനൊക്കെ മനുഷ്യൻ കൊടുക്കുന്ന പ്രാധാന്യം ഇത് സമൂഹത്തിൽ നിലവിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഓരോ കുടുംബത്തിൽ ജനിച്ചവരാണ്. ഓരോരുത്തരെയും കുടുംബ പശ്ചാത്തലങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള കുടുംബത്തിൽ ജനിച്ച ആളുകളുണ്ടാവും. സമൂഹത്തിൽ തീരെ സ്വാധീനമൊന്നുമില്ലാത്ത, ആരാലും പരിഗണിക്കപ്പെടാത്ത കുടുംബത്തിൽ ജനിച്ച ആളുകളുണ്ടാകും. അങ്ങനെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം തന്നെ ഓരോ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളുള്ള, സാമ്പത്തിക നിലവാരമുള്ള, സാമൂഹിക പശ്ചാത്തലമുള്ള കുടുംബങ്ങളിലാണ് ആളുകൾ ജനിക്കുന്നത്, നമ്മളൊക്കെയും ജനിച്ചത്. എന്നാൽ മനുഷ്യൻ അവന്റെ ജനനം ഒരു കുടുംബത്തിലായി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തറവാട്ടിൽ ജനിച്ചു എന്നതുകൊണ്ട് അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അതിലൊരു ഗോത്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് എന്തെങ്കിലും മേന്മയുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം വന്നപ്പോൾ അറബികൾക്കിടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതായിരുന്നു. അറബികളെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു സാമൂഹിക വിഷയം എന്ന് പറയുന്നത് ഈ ഗോത്രീയ ചിന്തയായിരുന്നു. കാരണം അവർക്കിടയിൽ രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളില്ല. മറ്റ് അറബികളെ അതിനു മുൻപ് പ്രവാചകൻ കാലഘട്ടത്തിൽ രാജാക്കന്മാർ മാറി ഭരിച്ചിരുന്ന അവസ്ഥയൊന്നുമില്ല. അത് അറേബ്യയുടെ എന്നല്ല, മക്കയുടെയും മദീനയും ഉൾക്കൊള്ളുന്ന ഹിജാസ് പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ രാഷ്ട്രീയപരമായ സംഘടനകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ രാജാക്കന്മാരില്ല, അവിടെ ഒരു പ്രത്യേക ഭരണകൂടമില്ല. അവിടെയുള്ളത് ഗോത്രങ്ങളാണ്. കുടുംബമുണ്ടാകുന്നു, ഒരാളിൽ നിന്ന് പല മക്കളായി, പല വഴികളായി, താവടികളായി പിരിയുന്നു. പിന്നെ അവർ ചേർന്നൊരു വലിയ സമൂഹമായ ഒരു ഗോത്രമായി ഒരു വേറെ സ്ഥലത്ത് മാറി താമസിക്കുന്നു. പിന്നെ അവർ തമ്മിൽ സംഘടന ഉണ്ടാകുന്നു. അങ്ങനെയാണ് അറബികളുടെ ചരിത്രം ഇങ്ങനെ പോകുന്നത്. അറബികളുടെ ഗോത്രങ്ങൾ മുഴുവനും എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞ് ബന്ധം ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ പോലും അവരുടെ യുദ്ധങ്ങൾ കണ്ടാൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ആളുകളെ പോലെയാണെന്ന് തോന്നും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം വന്നപ്പോൾ അവരിലുണ്ടായ മാറ്റത്തെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അവർക്കിടയിൽ ഉൽഫത്തുണ്ടാക്കിയത്, സ്വരച്ചേർച്ചയുണ്ടാക്കിയത്, ഇണക്കമുണ്ടാക്കിയത് അല്ലാഹുവാണ്. പ്രവാചകരെ ഈ ലോകത്ത് എന്ത് കൊടുത്തിരുന്നാലും, എത്ര വലിയ സമ്പാദ്യങ്ങൾ ചെലവഴിച്ചാലും, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇളക്കമുണ്ടാക്കാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല. അതിന് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഇസ്ലാം വന്നപ്പോൾ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഒന്നതായിരുന്നു. ഇസ്ലാമിനെ എതിർക്കാൻ ശ്രമിച്ച ഖുറൈശികൾ, അന്നത്തെ മക്കയിലെ മുശ്രിക്കുകൾ, ഇവർക്കൊക്കെയും ഇസ്ലാമിനോടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈരാഗ്യങ്ങളിലൊന്നും ഇതായിരുന്നു. നമ്മൾ ഇതുവരെയും കാത്തു സൂക്ഷിച്ചു പോകുന്ന നമ്മുടെ ഒരു നിലയും വിലയും ഒക്കെ ഇസ്ലാം അതിനൊരു പരിഗണനയും തരുന്നില്ലല്ലോ. നമ്മൾ ഇതുവരെ താഴ്ന്നവരായി കണ്ട ആളുകളൊക്കെയാണല്ലോ ഇസ്ലാമിൽ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഹെറാക്ലിയസ് രാജാവ് അബൂ സുഫിയാനോട്, മുശ്രിക്കായിരിക്കുമ്പോൾ അബൂ സുഫിയാനോട് ചോദിച്ചത്, ആരാണ് നിങ്ങൾ ഈ പറയുന്ന പ്രവാചകനെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നത്? നിങ്ങളുടെ സമൂഹത്തിലെ ദ്വാഫാക്കളാണോ അതല്ല ശുറഫാക്കളാണോ? ഉന്നത മേത്തരം ആളുകളാണോ? വലിയ കുലീനരായ ആളുകളാണോ അതല്ല ദുർബലന്മാരായ ആളുകളാണോ? അബൂ സുഫിയാൻ പറഞ്ഞു, ആ പ്രവാചകനെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നത് ദുർബലരായ ആളുകളാണ്, നമ്മളിൽപ്പെട്ട അടിമകൾ. അതുപോലെ തന്നെ നമ്മൾ വലിയ സ്വാധീനമൊന്നും ഇല്ല എന്ന് കരുതിയിരുന്ന കുറെ ആളുകൾ, താഴേക്കിടയിൽ നമ്മൾ അത്ര വിലയൊന്നും കൊടുക്കാത്ത ആളുകൾ, ഇവരൊക്കെയാണ് ഈ പ്രവാചകന്റെ കൂടെ ഏറ്റവും കൂടുതൽ കൂടുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാം വന്നപ്പോഴും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് മനുഷ്യനെ ആദരിക്കാൻ പഠിപ്പിച്ചു എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ താഴ്ന്ന ജാതിക്കാരിൽ ഒരു ഐത്തം നിലനിന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, ഒരു ചെറുമൻ പോയി തൊപ്പിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുവരെ
ആ മുറ്റത്ത് കുഴി കുത്തി കഞ്ഞി കൊടുത്തിരുന്ന അവസ്ഥയിൽ നിന്ന് ജന്മിയുടെ വീട്ടിൽ കയറി വെള്ളം കുടിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. മാറുമറയ്ക്കാനും അതുപോലെ തന്നെ മറ്റു വഴിയിലൂടെ നടക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു. അത് നമ്മൾ കേരളത്തിൽ പോലും കേരളത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് വന്നു എന്നുള്ളത് കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കുടുംബങ്ങൾ ചേർന്നുണ്ടാകുന്ന, അന്ന് കുടുംബം എന്നതിലുപരി ഗോത്രം എന്നതാണ്. കുടുംബങ്ങൾ ചേർന്നുണ്ടായ ഒരു വലിയ ഗോത്രം ഖുറൈശ് എന്നൊരു ചെറിയ കുടുംബത്തിൽ തുടങ്ങി പിന്നെ ഒരു വലിയ മക്കൾ വർദ്ധിച്ചു, താവഴികൾ വലുതായി, അവ വലിയ ഗോത്രമായി മാറി. പ്രത്യേകിച്ചും കാബയുടെ പരിപാലനവും അതുപോലെ തന്നെ ഹാജിമാരുടെ സേവനവും ഒക്കെ അങ്ങനെയുള്ള കുറെ പദവികൾ അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു. അതൊക്കെ ലഭിച്ച ആളുകൾ എന്ന നിലയ്ക്ക് ഖുറൈശികൾക്ക് മറ്റെല്ലാവരോടും ഈ ഒരു മറ്റുള്ളവരൊക്കെ ഒരു നിന്ദരാണെന്നുള്ള മനോഭാവം ഉണ്ടായിരുന്നു. അത് അവരിൽ നിന്ന് ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിമാരല്ലാത്തവരിൽ നിന്ന്, അന്ന് നിഷേധികളായ ആളുകളിൽ നിന്ന് എന്തു പറഞ്ഞാലും മാറ്റാൻ കഴിയാത്തൊരു സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ അബൂജഹൽ കൊല്ലപ്പെടുമ്പോൾ അബൂജഹലിനെ കൊല്ലുന്നത് അൻസാരിയായ അഫ്ര റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ, ചെറിയ രണ്ട് ചെറുപ്പക്കാർ അബൂജഹലിനെ കൊല്ലുമ്പോൾ അബൂജഹലിനെ മുറിവേൽപ്പിച്ചു. അബൂജഹൽ യുദ്ധക്കളത്തിൽ വീണു, ശ്വാസം നിലച്ചിട്ടില്ല, ജീവൻ പോയിട്ടില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂജഹൽ ഈ പറഞ്ഞ മുറിവേറ്റ് കിടക്കുന്നവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഈ കിടക്കുന്ന ശവശരീരങ്ങളിലൊക്കെ അബൂജഹൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അബൂജഹലിനെ തെരഞ്ഞു പോയി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണുന്ന അവസാന ശ്വാസത്തിലുള്ള അബൂജഹലിനെ. ആ സമയത്ത് പോലും അബൂജഹൽ ഈ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കെ പറയുന്നത് അയാൾ ജീവനറ്റ് ശ്വാസം പോകാനായി കിടക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന ചിന്ത അതിനേക്കാൾ അപ്പുറത്ത് അയാളുടെ മനസ്സിലുള്ളത്, എന്നെ ഇവരല്ലാതെ വേറെ ആരെങ്കിലും കൊന്നിരുന്നെങ്കിൽ. മദീനയിലുള്ള ആളുകൾ, അൻസാരികളായ കൃഷിക്കാരായ നമ്മളൊക്കെ, ഞാൻ ഖുറൈശിയാണ്, ഞാൻ കാബയുടെ പരിപാലനത്തിനുള്ള അതിന്റെ അധികാരങ്ങളൊക്കെ ഉള്ള ഖുറൈശി തറവാട്ടിലെ വലിയ കാരണവരാണ് ഞാൻ. എനിക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്, അറബികൾ ഒന്നടങ്കം ആദരിക്കുന്ന ഖുറൈശികളുടെ ഒരു അംഗമാണ് ഞാൻ. എനിക്ക് ഈ ഗതി വന്നല്ലോ. അയാൾ അതാണ് ആലോചിക്കുന്നത്. വേറെ ഏതെങ്കിലും അക്കാറല്ലാത്ത, ഈ മദീനക്കാരൊന്നും അല്ലാത്ത ഒരു ഖുറൈശി തന്നെ എന്നെ കൊന്നിരുന്നെങ്കിൽ പിന്നെയും ഒരു സുഖമുണ്ടാവുമായിരുന്നു എന്നാണ് മരണത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് പോലും അയാൾ ആലോചിക്കുന്നത്. അപ്പൊ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു ഈ കുടുംബ മഹിമയും ഗോത്ര മഹിമയൊക്കെ തലക്ക് പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അത് ഇത് അംഗീകരിക്കാൻ സമൂഹത്തിൽ മനുഷ്യർ തുല്യരാണ് എന്ന്, അള്ളാഹു മനുഷ്യരെയെല്ലാം തുല്യരായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന്, ഒരൊറ്റ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് എന്നത് അംഗീകരിക്കാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പലയിടങ്ങളിലൂടെ മനുഷ്യരോട് പ്രഖ്യാപിച്ചത് തന്നെയാണ്. പല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചല്ലോ. ഒരു ഉമ്മയിൽ നിന്നും ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എത്രയോ തവണ അത് സൂചിപ്പിച്ചല്ലോ. പിൽക്കാലത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി മക്കയിൽ കാബയുടെ വാതിൽ പടിയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ സന്ദർഭമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം മക്ക കീഴടക്കി അതേ ദിവസം ദുഹറിന്റെ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അന്ന് കാബയുടെ മുകളിൽ കയറണം ബാങ്ക് വിളിക്കാൻ. കാബയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുമ്പോൾ അപ്പോൾ മുസ്ലിം അല്ലാത്ത ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ, പ്രവാചകന്റെ മാപ്പ് കിട്ടിയ വിട്ടുവീഴ്ചയുടെ ആ വലിയ സന്ദർഭം കണ്ട ആളുകളുണ്ടല്ലോ. അപ്പോഴും മൂന്നാളുകൾ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അല്പം മുസ്ലിമായി ഫത്ഹ് മക്കക്ക് മുമ്പ്. അതുപോലെ തന്നെ അത്താബ് ഇബ്നു ഉസൈദ്, ഹാരിസ് ഇബ്നു ഹിഷാം, ഈ മൂന്നാളുകൾ അവിടെ കൂടിയിരുന്ന് സംസാരിച്ചു. അതിന് അത്താബ് ഇബ്നു ഉസൈദ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ബാങ്ക് കേട്ടപ്പോ അദ്ദേഹത്തിനും സഹിക്കുന്നില്ല. അതേ പറഞ്ഞു, എന്റെ ഉപ്പ ഉസൈദ് എങ്ങാനും ഇത് കേട്ടിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഉപ്പ ഉസൈദ് മരിച്ചു. എന്റെ ഉപ്പ ഉസൈദ് ജാഹിലിയ കാലത്ത് ജീവിച്ച എന്റെ ഉപ്പ ഉസൈദ്, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, എങ്ങാനും ഇത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ദേഷ്യപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? എന്റെ ഉപ്പക്കൊക്കെ ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? ഒരു കറുത്ത ഒരു അടിമ കാബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നു. ബാക്കിയുള്ള നമ്മളൊക്കെ ഇങ്ങനെ താഴെ കാബയുടെ താഴെ മസ്ജിദുൽ ഹറമിൽ ഇങ്ങനെ ബാങ്ക് കേട്ടുകൊണ്ട് നിൽക്കുന്നു. അത് സഹിക്കാൻ കഴിയുന്നില്ല.
അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്നാളുകളും പലതും സംസാരിച്ചു. ഹാരിസ് ഇബ്നു ഹിശാം എന്ന മനുഷ്യൻ പറഞ്ഞു, ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, സത്യമാണ് പറയുന്നത് എനിക്ക് ബോധ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ, ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചേനെ, ഞാൻ പിൻപറ്റിയേനെ. പക്ഷെ എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഈ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മുഖേന അറിയിച്ചു കൊടുക്കുകയും പ്രവാചകൻ അവർ ഈ മൂന്നാളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്ന് ഇവരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ സ്പോട്ടിലാണ് ഈ പറഞ്ഞ അത്താബ് ഇബ്നു ഉസൈദും ഹാരിസ് ഇബ്നു ഹിശാമും അവർ മുസ്ലിം ആകുന്നത്. ഇവർ രണ്ടുപേരും അന്ന് മുസ്ലിമായി. നശ്ഹദു അന്നക റസൂലുള്ളാഹ്, അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്നത് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്നായിരുന്നു അവരിതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പ്രതികരണം. അപ്പോഴും അറബികളുടെ ഇടയിൽ, ഖുറൈശികളുടെ ഇടയിൽ ഒരു തങ്ങളെക്കാൾ താഴ്ന്നൊരു മനുഷ്യൻ, താഴ്ന്നവരായി ഗണിക്കുന്നതിനാൽ നമ്മളെത്ര കുടുംബ മഹിമയോ ഗോത്ര മഹിമയോ അല്ല അറബിയോ അല്ലാത്ത ഒരാൾ ഈ കുടുംബ മഹിമ വർദ്ധിച്ചാണല്ലോ പിന്നെ ഗോത്ര മഹിമയാവുന്നത്. അതും ഒരു പടി കൂടി കടന്നാണ് ഒരു അപകടകരമായ ഒരു ദേശീയത എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടുകാർ മാത്രമാണ് ഏറ്റവും നല്ല ആളുകൾ. നമ്മൾ ഈ പ്രദേശത്തുകാരാണ് വലിയ ആളുകൾ. നമ്മൾ ഈ സമൂഹമാണ് ഭയങ്കര ഉഷാർ. ബാക്കിയുള്ള സമൂഹം അവരുടെ സംസ്കാരം വ്യത്യസ്തമാണ്. അവർക്ക് ഒരു സംസ്കാരമില്ലാത്തവർ, അവരൊന്നും അത്ര കൊള്ളാത്തവർ, അടുപ്പിക്കാൻ പറ്റാത്തവർ. അങ്ങനെ ഒരു ചിന്ത പിന്നെയും വളർന്നു വരുന്ന വലുതായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ നിറത്തിന്റെ പേരിൽ ആളുകളെ അപമാനിക്കുന്നവർ, അവരെ താഴ്ന്നവരായി ഗണിക്കുന്നവർ, ഇവരോടൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പിൽക്കാലത്ത് ഹജ്ജത്തുൽ വദായിലും അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും പറയുകയുണ്ടായി, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അല്ലയോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബാണ്. നിങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈ ലോകത്തിന്റെ രക്ഷിതാവ് ഒന്നാണ്, ഏകനാണ് അല്ലാഹു. നിങ്ങളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് ഒരൊറ്റ ആത്മാവിൽ നിന്നാണ്, ഒരൊറ്റ മനുഷ്യരിൽ നിന്നാണ്. ആ മനുഷ്യനോ മണ്ണിൽ നിന്നും ആദമു മിൻ തുറാബ്, ആ മനുഷ്യനോ മണ്ണിൽ നിന്നും. അല ഫദ്ല ലി അറബിയ്യിൻ അല അജമി. അതുകൊണ്ട് ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. തിരിച്ചും അങ്ങനെ തന്നെ അല ഫദ്ല ലി അജമിയ്യിൻ അല അറബി. ഒരു അനറബിക്ക് അറബിയേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിലെ എല്ലാ കാര്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്മാർക്കിടയിലുള്ള വിഭജനത്തെ സൂചിപ്പിക്കുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതൊരു വലിയ അടിസ്ഥാനമാണ്. ഈ ലോകത്ത് ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനോ ലോകത്തോട് പറയാൻ കഴിയാത്തൊരു കാര്യം കൂടിയായിരിക്കും. യാ അയ്യുഹൽ നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും അല്ലയോ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാം പറഞ്ഞു നിങ്ങളെ അതിൽ നിന്ന് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഉബൻ വ ഖബാഇൽ, നിങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി, വ്യത്യസ്ത സംസ്കാരങ്ങളാക്കി, വ്യത്യസ്ത ഗോത്രങ്ങളാക്കി, ഇതൊക്കെയുമാക്കിയതിൽ തആറഫു, പരസ്പരം നിങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമാണ്, അതല്ലാതെ പരസ്പരം പോരടിക്കാനല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിക്കണമെങ്കിൽ അതിനുള്ള അളവുകോൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എത്ര കണ്ട് പാലിക്കുന്നു ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എത്ര കണ്ട് തഖ്വ ജീവിതത്തിലുണ്ടോ അത്ര കണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിലെ സ്ഥാനമാനങ്ങളോ നിലയും വിലയുമോ നമ്മുടെ കുടുംബ പശ്ചാത്തലമോ നമ്മൾ ജനിച്ച ദേശമോ നമ്മൾ സംസാരിക്കുന്ന ഭാഷയോ ഒന്നുമല്ല എന്ന് അസന്നിഗ്ധമായി വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രഖ്യാപിച്ചു. ഇത് മുസ്ലിങ്ങൾ ഉൾക്കൊണ്ടു എന്നതുകൊണ്ട് തന്നെയാണ് ലോകത്ത് എവിടെ ഏത് പുതിയ സംസ്കാരത്തെ അവർ കീഴടക്കിയാലും ഏത് പുതിയ നാട്ടിൽ അവർ ചെന്നാലും അവർക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കാരണം അവരൊക്കെ തുല്യരായി മാറുകയാണ്. ഒരു സൊഫിൽ വന്ന് നിന്നാൽ നമ്മളിവിടെ സൊഫിൽ നിന്നാൽ പോലും കുറച്ച് മുമ്പേ ഒരാൾ മുസ്ലിം ആയിട്ടുള്ളൂ, അയാൾ കുറച്ച് ബേക്കിരിക്കണം, ഇവിടെ ഞാൻ 40-40 കൊല്ലമായി മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്, എന്നാ പിന്നെ ഞാൻ ഫ്രണ്ട് നിൽക്കട്ടെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനൊന്നും ഒരു വേർതിരിവില്ല, എവിടെയും ആ വേർതിരിവില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ബാഹ്യമായി നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഒരാൾക്ക് ബഹുമാനം കൽപ്പിക്കാനും ആദരവ് കൽപ്പിക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്ന കുറെ സ്കെയിലുകളുണ്ട്, അളവുകോലുകളുണ്ട്. ഒരു മനുഷ്യന്റെ ഡ്രസ്, വസ്ത്രം നല്ല
ഉഷാറായി മേത്തരം വസ്ത്രം ധരിച്ച ആളുകളെ സമൂഹത്തിലെ ആളുകൾ എന്ത് ചെയ്യും? ആ വസ്ത്രം കൊണ്ട് അളക്കും, വസ്ത്രം കൊണ്ട് ബഹുമാനിക്കും. സ്ഥാനമാനങ്ങൾ, വലിയ ഉന്നത ഉദ്യോഗം വഹിക്കുന്ന ആളുകളെ കണ്ടാൽ ആളുകൾ ഇങ്ങനെ താണു വണങ്ങി നിൽക്കും, അയാൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കും. ഇതൊക്കെ മനുഷ്യർ പരസ്പരം തമ്മിൽ ആളുകളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ചില അളവുകോലുകളാണ്. ഈ അളവുകോലുകളൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ വില പോവില്ല. ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക്, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ആദർശം എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ യഥാവിധിയുള്ള കൽപ്പനകൾ അനുസരിച്ചാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ വസ്ത്രവും ഒക്കെ എത്ര മോശമായിരുന്നാലും, നിങ്ങൾ എത്ര സമൂഹത്തിൽ താഴ്ന്നവനായി ഗണിക്കപ്പെടുന്ന ആളായിരുന്നാലും അതൊന്നും ഒരു വിഷയമേ അല്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കാണ് സ്ഥാനം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്ത് നിന്നും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിൽ തന്നെ മുസ്ലിങ്ങളായാലും പിന്നെയും ഒരു സമൂഹം എന്ന നിലക്ക് ആളുകളിൽ വേരുറച്ചു പോകുന്ന ഒരു തിന്മയായിട്ട് നമ്മൾ ഇന്നത്തെ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അർബഉൻ മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ. 4 കാര്യങ്ങൾ ജാഹിലിയത്തിൽപ്പെട്ട കാര്യങ്ങൾ. ഈ ജാഹിലിയത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ ഗൗരവം. ചിലപ്പോൾ ആളുകൾ ധരിക്കാറുണ്ട് ഈ ഹദീസുകൾ പറയുമ്പോഴും അതുപോലെ തന്നെ ഈ കുടുംബ മഹിമ, പൊങ്ങച്ചം, ഇത്തരം കാര്യങ്ങളൊക്കെ അത് അത്ര ഒരു വലിയ ഒരു കാര്യമാണോ സമൂഹത്തിൽ? നമ്മൾ നല്ല കുടുംബത്തിലും നമുക്ക് അതിലൊരു അഭിമാനവും ഒരു പൊങ്ങച്ചൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ടോ? അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ജാഹിലിയ കാലത്തെ കാര്യങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ പറഞ്ഞാൽ ഇത് ജാഹിലിയത്തിൽപ്പെട്ടതാണ്, ഇത് ജാഹിലിയത്തിലുള്ളതാണ്, അത് കൊണ്ടുവരരുത്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പാപത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒന്നല്ല. അതൊരു വൻ പാപത്തെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും കുടുംബത്തെക്കുറിച്ചും ഗോത്രത്തെക്കുറിച്ചും താൻ ജനിച്ച തറവാട്ടിനെക്കുറിച്ചും ഒക്കെ പൊങ്ങച്ചെന്നൊരിക്കലും പറയലിനുമേൽ വൻ പാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്, ചെറുപാപമല്ല. അർബഉൻ മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ. 4 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിലുണ്ടാവും. അത് ജാഹിലിയ കാര്യങ്ങളിൽ പെട്ടതാണ്. 4 കാര്യങ്ങൾ. ലാ യത്റുകൂനഹുൻ. അതവർ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അത് ജനങ്ങളിൽ ഉണ്ടാവും. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ അത്രമാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുമ്പോൾ അതൊരു വലിയ താക്കീത് കൂടിയാണ്. മുസ്ലിം സമൂഹത്തിൽ അത് ഉണ്ടാവും. അത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അതിൽ പെടാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം എന്ന വലിയൊരു താക്കീത് കൂടിയാണ്. ഇതിൽ ഒന്നാമതായി പ്രവാചകൻ എണ്ണിയത് നമ്മൾ ഈ പറഞ്ഞ അൽ ഫഖ്റു ബിൽ അഹ്സാബ്. സ്വന്തം കുടുംബത്തെക്കുറിച്ച്, സ്വന്തം പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഫഖർ, പൊങ്ങച്ചം, അതിനെക്കുറിച്ച് പെരുമ നടിക്കുക. എന്റെ ഉപ്പാതായിരുന്നു, ഞങ്ങളൊക്കെ ഈ തറവാട്ടുകാരാണ്, ഞങ്ങളൊന്നും ഇതിനൊന്നും പറ്റൂല, ഇതിനൊന്നും ഞങ്ങളെ കിട്ടൂല, ഞങ്ങളൊക്കെ ഇന്ന സവിശേഷതകളുള്ള ആളുകളാണ്, ഇന്ന കുടുംബത്തിൽ ജനിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ രൂപത്തിലൊന്നും പരിഗണിച്ച പോരാ. ഇങ്ങനെയുള്ള പൊങ്ങച്ചങ്ങൾ പെരുമ നടിക്കുക. രണ്ടാമത്തെ കാര്യം ആളുകളെ ഉപ്പയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിന്റെ പേരിലോ കുത്തുവാക്ക് പറയൽ, അധിക്ഷേപിക്കൽ. വാപ്പയെ ചേർത്ത് അല്ലെങ്കിൽ ഉമ്മയെ ചേർത്ത് അല്ലെങ്കിൽ അവരുടെ പിതൃ പരമ്പരയിലെയോ മാതൃപരമ്പരയിലോ ആരെങ്കിലും ചേർത്തുകൊണ്ട് അങ്ങനെ അവരുടെ പേരിൽ ആളുകളെ പരിഹസിക്കൽ. അങ്ങനെ ഓരോ നമുക്ക് അറിയുള്ള കാര്യം. അതുപോലെ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നക്ഷത്രങ്ങളോട് മഴ ചോദിക്കുക. നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ചക്രങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് എന്ന വിശ്വാസം ഉണ്ടാവുക. അത് ഇപ്പോഴും മുസ്ലിം സമൂഹത്തിലുണ്ട്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരാൾ മരിച്ചാൽ പിന്നെ അതിന്റെ പിറകെയായി കുടുംബക്കാരൊക്കെ അലമുറയിട്ട് കരയുന്നതും അതിനുവേണ്ടി വസ്ത്രങ്ങൾ പിച്ച് ചെയ്തതുമായ അങ്ങനത്തെ ഒരു വിലാപം, നിയാഹത്ത്, അലമുറയിട്ട് കരയൽ. ഈ 4 കാര്യങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. മുസ്ലിം ഉമ്മത്തിൽ ജാഹിലിയ കാലത്തിൽ നിന്നുണ്ടായ 4 കാര്യങ്ങൾ, മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തേതായ പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബം, അതിന്റെ മഹിമ പറയലും അതിന് പേരിൽ പൊങ്ങച്ചം നടിക്കലും ഇസ്ലാം എത്രത്തോളം ഗൗരവം ആയി കണ്ടു എന്നതിന് ഒരൊറ്റ ഹദീസ് മാത്രം മതി. ജാഹിലിയത്തിൽ നിന്ന് കടന്നു വന്ന ഹദീസുകൾ ഇത് ഏത് രൂപത്തിലുള്ളതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ സ്വയം ഈ പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം ഉൾപ്പെടും. നമ്മൾ ജീവിക്കുന്ന സമൂഹം, നമ്മുടെ ഗോത്ര അല്ലെങ്കിൽ നമ്മുടെ തറവാട്, നമ്മുടെ പ്രദേശം ഒക്കെ അതിൽ ഉൾപ്പെട്ടു. അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ
തന്റെ അടിമയായിരുന്ന ഒരു മനുഷ്യനെ കറുത്തവരുടെ പുത്ര എന്ന് വിളിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ട ആ സന്ദർഭം സ്വഹീഹായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട നമുക്ക് കാണാൻ കഴിയും. ആ സന്ദർഭം അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് ഈ സംഭവം കഴിഞ്ഞ് അത് ചില റിപ്പോർട്ടുകളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ് അങ്ങനെ വിളിച്ചത് എന്ന് കാണാൻ കഴിയും. കറുത്തവരുടെ മകനെ എന്നൊരാൾ വിളിച്ചു. ഞാൻ അറബിയാണ്, നീ കറുത്തവരുടെ മകനാണ്, നിന്റെ ഉമ്മ കറുത്തവൾ, നീ ഒരു അടിമയല്ലേ. രണ്ടാളുകളും മുസ്ലിമാണ്. പിന്നെ അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വിറച്ചാണ് വന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു തിരിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞത് ഇന്നക മുർഉൻ ഫീക ജാഹിലിയ്യ. അബൂദർ, നീ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശങ്ങൾ നിന്റെ മനസ്സിലുള്ളതാണ്. അപ്പൊ അബൂദർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു റസൂൽ, ഞാൻ ഇത്ര വയസ്സായി, ഞാൻ ഇസ്ലാമിൽ ഇത്ര നാളായി, എന്നിട്ട് എന്റെ ഉള്ളിൽ ജാഹിലിയത്തുണ്ടോ? ഉണ്ട് അബൂദർ, ജാഹിലിയത്തുണ്ട്. ഇസ്ലാമി എത്ര മുതിർന്നയാളായിരുന്നാലും ഇങ്ങനെ ഒരു മനുഷ്യനെ പരിഹസിക്കാൻ അയാളുടെ ഉമ്മയുടെ പേരിൽ, അല്ലെങ്കിൽ അയാൾ ജനിച്ച നിറത്തിന്റെ പേരിൽ, അയാൾ നമ്മുടെ കുടുംബക്കാരനല്ല എന്നതിന്റെ പേരിൽ, അയാൾ കറുത്തവനാണ് എന്നതിന്റെ പേരിൽ ഒരാളെ അപമാനിക്കാനോ പരിഹസിക്കാനോ ഒരാൾക്കും വകുപ്പില്ല എന്ന് അബൂദർ തലമുതിർന്ന സ്വഹാബിയല്ലേ. അബൂദർ നമ്മളൊക്കെ എത്രയോ തവണ കേട്ട ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ച ഇസ്ലാമിലെ അറിയപ്പെട്ട സ്വഹാബിയല്ലേ അബൂദർ ഗിഫാരി. അദ്ദേഹത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പല രൂപത്തിൽ പല ഉദാഹരണങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ പറഞ്ഞൊരു സംഭവം ഉദ്ധരിക്കുന്നു. അന ഫുലാൻ ഇബ്നു ഫുലാൻ ഇങ്ങനെ വാപ്പമാരെ ഇങ്ങനെ എണ്ണി. ഞാൻ എൻ്റെ അറബികൾ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നു. ഉപ്പമാരുടെ പേരുകൾ അതെങ്ങനെ പല വഴികളായി പിരിയുന്നതൊക്കെ അവർക്ക് മനഃപ്പാടമായി തന്നെ അറിയാമായിരുന്നു. അത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ഗുണം കൂടിയാണ്. അത് ഇസ്ലാം പഠിപ്പിച്ച ഗുണങ്ങളുണ്ട്. അത് അറിയണം, പഠിക്കണം എന്നുള്ളത്, ബന്ധങ്ങൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. ഏതെന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഫുലാൻ, ഞാൻ ഇന്ന ആളുടെ മകനാണ് ഞാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലത്ത് ബനൂ ഇസ്രായേലിൽപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ മുമ്പിൽ വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബിയുടെ മുമ്പിൽ, മൂസാ നബിയുടെ കാലത്ത് രണ്ടാളുകൾ ഇങ്ങനെ പറഞ്ഞു. അതിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉപ്പയുടെ ഉപ്പ, അദ്ദേഹം സത്യനിഷേധിയായിരുന്നു, കാഫിറായിരുന്നു. മൂസാ നബിയുടെ ആ കാലത്ത് മുസ്ലിം ആയിരുന്നില്ല. അപ്പൊ പിന്നെ ഇയാളുടെ വല്യപ്പയാണ് മുസ്ലിമായി. അപ്പൊ മറ്റേയാളെന്ന് പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ സ്വന്തം ഉപ്പ ഇങ്ങനെ പറഞ്ഞു പോയി. 9 വല്യപ്പമാരെ ഒരാൾ ഇങ്ങനെ എണ്ണി മൂസാ നബിയുടെ കാലത്ത്. ഈ രണ്ടാമത്തെ ആള് അയാൾക്ക് 2 വല്യപ്പമാരെ അറിയുള്ളൂ, 2 വല്യപ്പമാരെ മുസ്ലിം ആയിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പോട്ട് അറിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, അന ഫുലാൻ ഇബ്നു ഇസ്ലാം, ഞാൻ എൻ്റെ ഉപ്പ വല്യപ്പ, അതിനപ്പുറത്ത് എനിക്ക് ഇസ്ലാം സ്വീകരിച്ച് ഇങ്ങനെ വന്നതാണ്, അതേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അത് ഉദ്ധരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ഇലാ മൂസ അലൈഹിസ്സലാം, അല്ലാഹു മൂസ അലൈഹിസ്സലാമക്ക് വഹ്യു കൊടുത്തു. എന്ത്? ഈ പറഞ്ഞ 9 ആളുകളുണ്ടല്ലോ, 9 ആളുകൾ. അപ്പുറത്തെ അയാൾ 9 വല്യപ്പമാരും കാഫിറുകളായി. ഈ 9 ആളുകൾ വല്യപ്പമാരുണ്ട്. അയാളുടെ പേരിൽ പൊങ്ങച്ച് തടിച്ചാണ്. പിന്നെ ഈ 10ാമതായി നീ നരകത്തിൽ തന്നെ പോയിക്കോ. ഇയാൾ 2 ആളുകളേ ഉള്ളൂ. പക്ഷെ അതൊന്നും അല്ല വിഷയം. 2 ആളുകളാണെങ്കിൽ 3ാമതായി ഇയാൾ സ്വർഗത്തിലാണ് എന്ന് ഇവർ രണ്ടുപേരെയും അറിയിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. ഫഅൻത സാലിസുഹുമാ ഫിൽ ജന്ന, നിന്റെ ഉപ്പമാർ 2 പേരെങ്കിലും സ്വർഗത്തിലാണ്, 3ാമതായി നീയും സ്വർഗത്തിലാണ് എന്ന് അറിയിക്കുക എന്ന് മൂസാ അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. ജീവിതത്തിൽ എപ്പോഴും ഏത് കാര്യത്തിന്റെ പേരിലും ഒരു മനുഷ്യന് താൻ നേടിയ നേട്ടങ്ങളായിരുന്നാലും ഇങ്ങനെ കുടുംബപരമായോ അല്ലെങ്കിൽ അനന്തരമായിട്ടൊക്കെ ലഭിച്ച ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങളോ മാനങ്ങളോ എന്തായിരുന്നാലും അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ കൂടുതൽ വിനയാന്വിതനായി മാറുകയാണ് വേണ്ടത് എന്നും ഒരിക്കലും അതിന്റെ പേരിൽ എന്തെങ്കിലും മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ, എവിടെയെങ്കിലും കൂടുതൽ പരിഗണനയും അർഹതയും അവകാശപ്പെടാൻ നമുക്ക് ഒരു അർഹതയും ഇല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാദഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി നൽകി, മുസ്ലിങ്ങൾ മനുഷ്യർ നിങ്ങൾ
തവാദു കാണിക്കണം, എവിടെയും വിനയം കാണിക്കണം. ഒരാൾ മറ്റൊരാളെക്കാൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പൊങ്ങച്ചവും മേന്മയും അവകാശപ്പെടരുത്. ഒരാൾ മറ്റൊരാളുടെ മേൽ അക്രമം കാണിക്കരുത്, അതിക്രമം പ്രവർത്തിക്കരുത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി എന്ന് കാണാൻ കഴിയും. ജാഹിലിയ കാലത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചും അവരെ കുറിച്ച് ഫഖ്ർ നടിക്കുന്നവരെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇസ്ലാം വന്നപ്പോൾ ഉണ്ടായ രണ്ട് മാറ്റങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഹദീസ് നമുക്കാണ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ്. ല യൻതഹിയന്ന അഖ്വാമുൻ യഫ്തഖിറൂന ബിആബാഇഹിം അല്ലദീന മാതു. മരിച്ചുപോയ പ്രപിതാക്കന്മാരെയും പിതാക്കന്മാരെയും കുറിച്ചൊക്കെ അവർ ഫഖ്ർ നടിക്കുന്നു. ഇന്നമാ ഹും ഫഹ്മു ജഹന്നം. നരകത്തിലെ കരിക്കട്ടകളാണല്ലോ അവർ. അതവർ മനസ്സിലാക്കുന്നില്ല. മുസ്ലിങ്ങളായാലോ അല്ലെങ്കിലും മരിച്ചുപോയ ജാഹിലിയ കാലത്ത് മരിച്ചുപോയ വല്ലിപ്പമാരെ കുറിച്ച് അവർ വലിയ കാര്യം പറയുന്നു, പൊങ്ങച്ച പറയുന്നു, ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണെന്ന് പറയുന്നു. പക്ഷെ നാളെ നരകത്തിലെ കരിക്കട്ടകളാണല്ലോ അവർ. പറയാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന തൊട്ടാൽ തന്നെ ഒരുതരം ഒരു വൃത്തികെട്ട മണം വരുന്ന ഒരു വണ്ടുണ്ട്, ചെറിയ വണ്ട്. പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ അവർ ഈ വണ്ടിനേക്കാൾ നിസ്സാരരാണ്. ആരും അടുപ്പിക്കാത്ത ഒരു വൃത്തികെട്ട മണം വരുന്നൊരു വണ്ടാണ് ജോൽ എന്ന് പറയുന്നത്. അതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ നിസ്സാരരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെയും. അതുപോലെ തന്നെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഏത് തരം പൊങ്ങച്ചവും ഏത് തരം വംശീയതയും ഗോത്രീയതയും കുടുംബപരമായിട്ടുള്ള പൊങ്ങച്ചങ്ങളും അതിന്റെ പേരിൽ പെരുമ നടിക്കലും ഉപ്പമാരുടെ പേരിൽ അല്ലെങ്കിൽ വല്ലിപ്പമാരുടെ പേരിലുള്ള പൊങ്ങച്ചവും പെരുമയും ഒക്കെ ഇസ്ലാം ഇതാ നിർത്തലാക്കിയില്ല. മനുഷ്യർ എന്ന് പറഞ്ഞാൽ രണ്ട് വിധമേ ഉള്ളൂ. ഒന്നുകിൽ തഖ്വയുള്ള നല്ലൊരു മുഅ്മിൻ, അല്ലെങ്കിൽ തോന്നിവാസിയായ ഒരു ഫാജിറായ നാളെ നരകത്തിലേക്ക് പോകുന്ന ഒരു ദൗർഭാഗ്യവാനായ മനുഷ്യൻ. അങ്ങനെ ഒരു മുസ്ലിം നല്ല അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുഅ്മിൻ, ഇപ്പുറത്ത് ഇതൊന്നും സൂക്ഷിക്കാതെയും തോന്നിവാസങ്ങളിലും ഏർപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്ന ഒരു വേർതിരിവേ ഉള്ളൂ. അന്നാസു കുല്ലുഹും ബനു ആദം. ആ മനുഷ്യന്മാർ ആരൊക്കെയുണ്ടോ അവരൊക്കെയും ആദമിന്റെ സന്തതികൾ മാത്രമാണ്. ആദമിനെ ആകട്ടെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി. ഇത് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ ദുനിയാവിൽ തന്നെ ഇങ്ങനെ ഒരു വേർതിരിവ് പാടില്ല എന്ന് പറയും. ഈ പറയുന്ന ബന്ധങ്ങളും ഈ പറയുന്ന കുടുംബ പാരമ്പര്യമൊക്കെ ഇഹലോകത്ത് ഒരു പക്ഷേ പല രൂപത്തിൽ ആളുകളുടെ മേലൊക്കെ കുതിര കയറാനൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം എന്നല്ലാതെ ഈ അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിന്റെ പേരിൽ ഒരു പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കകാലത്ത് അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടി, രഹസ്യമായി പ്രബോധനം തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും അടുത്ത കുടുംബക്കാരെ ഉപദേശിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തു ശുആറയിലെ ആയത്ത് ഇറങ്ങി. പ്രവാചകരെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നിങ്ങൾ അവർക്ക് താക്കീത് കൊടുക്കണം. അതുവരെയും ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും പറയാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. വളരെ തീരെ രഹസ്യമായി വളരെ ചുരുക്കം ആളുകൾ പ്രവാചകന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തുടങ്ങിയ ആളുകളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ്, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും അടുത്ത കുടുംബക്കാരോട് പറയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൽപ്പിക്കുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ വിളിച്ചു. ചില റിവായത്തുകളിൽ ഒരു സദസ്സിലേക്ക് അവർ വിളിച്ചു വന്നു, വേറെ ചില റിവായത്തുകളിൽ ഉയർന്ന പ്രദേശത്ത് പ്രവാചകൻ കയറി നിന്നു, എന്നിട്ട് ഓരോ കുടുംബക്കാരെയും വിളിച്ചു എന്ന് കാണാൻ കഴിയും. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ ചെയ്തിട്ട് ഓരോ കുടുംബക്കാരെയും വിളിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ആ പിതൃ പരമ്പരയെ നടത്താൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് അങ്ങനെ തുടങ്ങി ഓരോ പോകുന്ന ആ പരമ്പര, ആ നസബ് ഇങ്ങനെ എടുത്താൽ അതിൽ നിന്ന് പിരിയുന്ന ഓരോ താവഴികളെ പ്രവാചകൻ പേരെടുത്ത് വിളിച്ചു. يا بني عبد المطلب يا بني عبد مناف يا بني مرة بن كعب يا بني كعب بن لؤي. അങ്ങനെ ഓരോ വല്യപ്പമാരുടെയും പേര് അവരുടെ മക്കളെയല്ല, അങ്ങനെ ഓരോ ശാഖകളായി പിരിഞ്ഞുപോയ ഖുറൈശികളിലെ പ്രവാചകന്റെ പിതൃപരമ്പരയിലെ ആളുകളെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു, പേരെടുത്ത് വിളിച്ചു, അവരെ പരിഗണിച്ചു, അവരെ ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്ന് പ്രവാചകൻ പ്ലാൻ ചെയ്തു പോയി. എന്നിട്ട് ഓരോരുത്തരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, ഇസ്ലാം തുടങ്ങിയിട്ടുള്ളൂ, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവതരിച്ചിട്ടുള്ളൂ,
ഒരുപാട് കാലം ആയിട്ടില്ല, പരസ്യമായി പ്രബോധനം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വിളിക്കുന്നത്. അന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കൾ വിളിക്കുന്ന ആ ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ, ആ വിത്തുകൾ മുളച്ചു വരുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുന്നതാണ്, ഓരോ ഗോത്രക്കാരെയും വിളിച്ചു അൻഖിദു അൻഫുസകും മിനന്നാർ ഫഇന്നി ലാ അംലികു ലകും മിനല്ലാഹി ശൈഅ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാനൊരു പ്രവാചകനായതുകൊണ്ട്, നിങ്ങൾ എൻ്റെ കുടുംബത്തിലായതുകൊണ്ട് നിങ്ങൾക്കൊന്നും വിശ്വസിക്കാതെ രക്ഷപ്പെടാം അങ്ങനെ നിങ്ങൾ കരുതണ്ട. അൻഖിദു അൻഫുസകും മിനന്നാർ, സ്വയം രക്ഷപ്പെടുത്തിയാൽ, സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലാതെ എന്റെ കുടുംബക്കാരാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഇതിങ്ങനെ ഓരോ ഗോത്രക്കാരെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് മുകളിൽ ഇങ്ങനെ താഴോട്ടാണ് തുടങ്ങുന്നത്. ആദ്യം ഏറ്റവും മുതിർന്ന വല്യപ്പയെ വിളിക്കും. അപ്പോ അതൊരു വലിയ ഗോത്രമാണ്, അതിന്റെ കീഴിലാണ് താഴെയുള്ളവരൊക്കെ പെടുക. പിന്നെ ഇങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് വരും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന് ഏറ്റവും അടുത്ത ആളുകളെ പ്രവാചകനും ഏറ്റവും അടുത്ത, അപ്പൊ ആളുകൾക്ക് തെറ്റിദ്ധാരണ മാറാണ്. ഇത് വലിയൊരു ഗോത്രം പറയുമ്പോൾ നമ്മളെ മൊത്തം പൊതുവായിട്ടല്ലേ പറഞ്ഞത്. പ്രവാചകന്റെ ഏറ്റവും അടുത്ത വലിയ പിതൃവ്യന്മാരും പിതൃ സഹോദരന്മാരും ഒക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ചിലപ്പോൾ പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പ്രവാചകൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഇങ്ങനെ ഏറ്റവും പ്രവാചകനെ വല്യപ്പ യാ ബനി അബ്ദി മനാഫ് അൻഖിദു അൻഫുസകും മിനന്നാർ. അപ്പൊ സർക്കിൾ ഇങ്ങനെ ചുരുങ്ങി വീണ്ടും പ്രവാചകന്റെ കുടുംബത്തോട് ഇങ്ങനെ അടുത്തു. പിന്നെ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അല്ലാഹു റസൂലിന്റെ നേരെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ്, അല്ലയോ അബ്ബാസ് അൻഖിദ് നഫ്സക മിനന്നാർ. അബ്ബാസ് സ്വയം രക്ഷപ്പെട്ടോ, സ്വയം ഈ ആദർശം സ്വീകരിക്കുകയാണെങ്കിൽ, യഥാർത്ഥ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാം. ഫൈനി ലാ അംലികു ലക മിനല്ലാഹി ശൈഅ ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ. അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയും എന്ന് വിചാരിക്കേണ്ടതില്ല. യാ സഫിയ്യ അമ്മത റസൂലില്ലാഹ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതൃവ്യ ആണ് സഫിയ്യ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ്യ. അല്ലയോ സഫിയ്യ എന്റെ അമ്മായി എന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളെ സ്വയം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലാതെ എനിക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഏറ്റവും അവസാനം കൊണ്ട് നിർത്തിയത് സ്വന്തം മകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്, യാ ഫാത്തിമ. അല്ലയോ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്തിക്കോ. അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് നിനക്ക് പോലും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഉപ്പ എന്ന നിലക്ക് എന്റെ കയ്യിലുള്ള പൈസ വല്ലതും വേണമെങ്കിൽ നിനക്ക് തരാൻ പറ്റും. എന്റെ സമ്പത്ത് നീ ചോദിച്ചോ, അതെനിക്ക് ഇന്ന് ഈ ലോകത്തിൽ തരാൻ കഴിയും. പക്ഷെ പരലോകത്തിൽ കുടുംബം ഉള്ളത് കൊണ്ട് ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെ കുറിച്ചാണ് ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വല്ലിപ്പയും അതുപോലെ തന്നെ സ്വന്തം ഉപ്പയും ഉമ്മയും ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാം തുടക്കത്തിൽ ഇത്രയധികം ത്യാഗങ്ങൾ സഹിച്ച അബൂ താലിബ് എന്ന പിതൃവ്യനുമൊക്കെ അവസാനം ഈ ആദർശം സ്വീകരിക്കാതെ ഇസ്ലാമിലല്ലാതെ ജാഹിലിയ കാലത്തെ ആ കുഫ്റിലും ശിർക്കിലുമായി മരണപ്പെട്ടു പോയ ചരിത്രം നമുക്കറിയാം. അപ്പൊ പിന്നെ ഇസ്ലാമിന് വേണ്ടി അത്രത്തോളം ത്യാഗം സഹിച്ചൊരു മനുഷ്യൻ, ഏതൊരു ആദർശവും എന്തുമായിക്കോട്ടെ, ഒരു സമൂഹം, ഒരു പ്രത്യയശാസ്ത്രം എന്തും വളർന്നു വരുമ്പോൾ അത് തുടക്കത്തിൽ അതിന്റെ കൂടെ നിന്ന ആളുകൾ എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളല്ലേ. ഇസ്ലാം വളരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ അടിക്കാതെയും തൊഴിക്കാതെയും പ്രവാചകന്മാർ ആരും കയ്യോങ്ങാതെയും നിന്നത് അബൂ താലിബ് എന്ന മനുഷ്യനുള്ളത് കൊണ്ടാണ്. ഒരു പരിധിവരെയും അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്. പക്ഷേ അബൂ താലിബ് എന്ന മനുഷ്യന്റെ അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിനുള്ള ആദരവും ബഹുമാനവും കൊണ്ട് തന്നെയാണ് അബൂ താലിബ് ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകന്റെ മേൽ ആരും ഒരു തരി മണ്ണ് വാരി ഇടാതിരുന്നത്. അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരിച്ച അതേ വർഷം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് ത്വായിഫിലേക്ക് പോകേണ്ടതും അതുകൊണ്ടാണ്. ആ പ്രധാനപ്പെട്ട രണ്ടാളുകൾ അത് പ്രവാചകന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ആളുകൾ അപ്പോ പ്രവാചകർ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി. അപ്പോ അങ്ങനെയുള്ള അബൂ താലിബിനെ പോലും ഇസ്ലാം പ്രവാചകനോടുള്ള കുടുംബ ബന്ധം എന്നതുപോലും അല്ലല്ലോ അബൂ താലിബിന്റെ ഒരു പറയാനാണെങ്കിൽ അബൂ താലിബിന്റെ മഹത്വം പ്രവാചകൻ കുടുംബം മാത്രമല്ല, ഇസ്ലാമിനെ അത്രത്തോളം സഹായിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിന് വേണ്ടി അബൂ താലിബ് 3 കൊല്ലം ഷാബു അബി താലിബ് എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ആ താഴ്വരയിൽ ഇലകളും വെള്ളവും മാത്രം കുറിച്ച് ജീവിച്ചില്ലേ. മുസ്ലിം അല്ലാതിരുന്നിട്ട് ഖുറൈശികൾ അവരെ തടങ്കലിലാക്കി അവരോട് വിവാഹ ബന്ധമോ കച്ചവട ബന്ധമോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ ഒരു താഴ്വരയിൽ, മക്കയുടെ താഴ്വരയിൽ അവരെ ഈ ഗോത്രത്തെ ബനു ഹിഷാം ഗോത്രത്തെയും ബനു ഹാഷിം ഗോത്രത്തെയും ബനുൽ മുത്തലിബ് ഗോത്രത്തെയും പ്രവാചകനോട് പിന്തുണ പ്രഖ്യാപിച്ച് പ്രവാചകന്റെ കുടുംബക്കാരൻ എന്ന പേരിൽ ഒറ്റപ്പെടുത്തി നിർത്തിയപ്പോ
അവരിൽ മുശ്രിക്കുകളും ഉണ്ടായിരുന്നല്ലോ, അവരിൽ അബൂ ത്വാലിബ് ഉണ്ടായിരുന്നല്ലോ. പട്ടിണി കിടന്നില്ലേ ഇസ്ലാമിന് വേണ്ടി? പക്ഷേ ഈ ആദർശം ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന മുറുകെ പിടിക്കുക എന്നതാണ്. എന്തൊക്കെ ചെയ്താലും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനവും മാനവും ലഭിക്കാനുള്ള വഴി എന്നത് അടിവരയിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇസ്ലാം ഈ സന്ദർഭങ്ങളിലൂടെ, ഈ പറഞ്ഞ ചരിത്രങ്ങളിലൂടെ. ഇതിനൊക്കെ ഒരു പരിണിതി വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം. ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ അശ്റയിൽ എത്തുക പോലും വേണ്ട, കാഹളത്തിൽ ഊതപ്പെട്ട് മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുക കഴിയുന്ന അതേ നിമിഷം പോലും ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ പിന്നെ നെസവുകൾ ഉണ്ടാകില്ല, കുടുംബ ബന്ധങ്ങളും അങ്ങനെയുള്ള സ്വാധീനങ്ങളും ഉണ്ടാകും. വലാ യതസാഅലൂൻ, ഒന്നും പരസ്പരം ചോദിക്കാനുള്ള ചിന്ത പോലും മനുഷ്യരുണ്ടാവില്ല. എന്തെങ്കിലും ഉപ്പയെ കണ്ടു, ഉമ്മയെ കണ്ടു, സഹോദരനെ കണ്ടു, എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള മനസ്സ് പോലും ഉണ്ടാവില്ല ഒരു മനുഷ്യന്. കാരണം അതിനേക്കാളും വലിയൊരു ഭയാനകമായ ദിവസത്തിലാണ് താനിപ്പോ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതെന്നും ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുമുള്ള മനുഷ്യന്റെ ആ ഭയവിഹുലമായ അവസ്ഥയുണ്ട്. ഒരാളെ കണ്ടൊന്നും ചോദിക്കില്ല, ഒരു ബന്ധവും ഫല അൻസാബു ബൈനഹും, അവർക്കിടയിൽ ഒരു പരിഗണന വിഷയമേ ആവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞ് മഹ്ശറിൽ എത്തി, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വിധി തീരുമാനിക്കുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെയും ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ കുടുംബക്കാരെ കാണും, ഏറ്റവും അടുത്ത ബന്ധുക്കളെ കാണും. അവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ ആരാണോ, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ ആരാണോ അവരെ വരെ മനുഷ്യൻ സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടി, സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ കുരുതി കൊടുക്കാൻ തയ്യാറാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ. ആ സന്ദർഭങ്ങൾ സൂറത്ത് മാരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നു. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനിഹി. കുറ്റവാളികളായ ആളുകൾ, മുജ്രിമീങ്ങളായ ആളുകൾ അവരാഗ്രഹിച്ചു പോകുന്ന സന്ദർഭം ലൗ യഫ്തദി മിൻ അദാബ്, ഈ ശിക്ഷയിൽ നിന്ന് എനിക്കൊന്ന് ഒരാളെ പകരം കൊടുത്ത് പ്രായശ്ചിത്തമായി അങ്ങോട്ട് കൊടുത്തിട്ട് എന്നെ സ്വയം രക്ഷപ്പെടുത്താൻ, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് കൊടുക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവുമല്ലോ. അന്നൊരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയാണ് ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ. അന്നത്തെ ദിവസം ശിക്ഷയിൽ നിന്ന് എനിക്ക് എന്താ കൊടുക്കാൻ പറ്റുക? വളർത്തി വലുതാക്കിയ മക്കളുണ്ട്, ബിബനി, അതിന് കൊടുക്കാൻ തയ്യാറാവും മനുഷ്യൻ. ഒരു കുറ്റവാളിയായ മനുഷ്യൻ നരകശിക്ഷയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം മക്കളെ നരകത്തിൽ എറിഞ്ഞിട്ട് പകരം എന്നെ രക്ഷപ്പെടുത്താൻ പറയുന്ന അവസ്ഥയുണ്ടാകും. ഭാര്യയെ കൊടുക്കാമെന്ന് പറയും, സ്വന്തം ഉടപ്പിറപ്പിനെ വരെ കൊടുക്കാമെന്ന് പറയും. നമ്മളിപ്പോ പറയുന്ന പോലെ തന്നെ സംരക്ഷിച്ചും കൂടെ നിന്നുമൊക്കെ പരിഗണിച്ചുമൊക്കെ തന്റെ കുടുംബം, ഫസീലത്ത്, തന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ, അതാണ് ഫസീലത്ത് എന്ന് പറയുന്നത്. അവരെ വരെ മനുഷ്യൻ കൊടുക്കാൻ തയ്യാറാവും, ത്യജിക്കാൻ തയ്യാറാവും. അവർ നരകത്തിൽ പോയിക്കോട്ടെ, ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് മനുഷ്യൻ ചിന്തിക്കും. എന്നുമല്ല വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഈ ലോകത്തെ മുഴുവൻ ആളുകളെ വേണമെങ്കിലും കൊടുക്കാമെന്ന് മനുഷ്യൻ ചിന്തിക്കും. വമൻ ഫിൽ അർദി ജമീഅൻ, ഈ ഭൂമുഖത്ത് ജീവിച്ച മുഴുവൻ ആളുകളെ വേണമെങ്കിൽ കൊടുക്കാം, സുമ്മ യുൻജി, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് സൂറത്തുൽ മാരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ സൂചിപ്പിച്ചു, മൻ ബത്ത ബിഹി അമലു ലം യുസ്രി ബിഹി നസബു. ചില ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിൽ മഹത്വമുള്ള അല്ലെങ്കിൽ നല്ല അറിവുള്ള അല്ലെങ്കിൽ നല്ല രൂപത്തിൽ ഇസ്ലാമിന് വലിയ സേവനങ്ങൾ അർപ്പിച്ച കുടുംബത്തിൽ ജനിച്ച ഒരാളായിക്കോട്ടെ, നമ്മൾ ഭൂമിയിൽ ഒരാൾക്ക് അങ്ങനെ ഏതെങ്കിലും പരിഗണന വിഷയത്തിൽ പ്രവാചക കുടുംബം അവർക്ക് മഹത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിന് വേണ്ടി സേവനം നടത്തുന്ന നന്മയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് പരിഗണന കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരെ ആദരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ എന്നതിനെ കുറിച്ച് അല്ല ഇത് പറയുന്നത്. അതൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ നന്മകളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു കുടുംബം അവരെ നമ്മൾ ആ രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്കുള്ള പരിഗണന നൽകുകയും ചെയ്യേണ്ടതാണ്. അതൊക്കെ അവരുടെ സേവനം നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ അവരിൽ തന്നെയും ഒരാൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു, അയാൾ വിചാരിക്കാണ് എന്റെ വാപ്പയും വല്യപ്പയും സഹോദരങ്ങളൊക്കെ എല്ലാ ഹൈറിലും എല്ലാ വിധത്തിലും ശരിയായ തൗഹീദൊക്കെയാണ്, അപ്പൊ ഞാൻ കുറച്ച് തലതെറിച്ച് നടന്നാലും നാളെ പരലോകത്ത് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കിഴിച്ചു വരുമ്പോൾ എന്റെ തങ്ങ് പഠിച്ചവൻ വെറുതെ അങ്ങ് വെട്ടിക്കളയും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവന്റെ സ്വന്തം കർമ്മങ്ങൾ ആരെയെങ്കിലും ബന്ധിപ്പിച്ചു നിർത്തുകയാണ്, അവന്റെ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാർ അവന്റെ പാരമ്പര്യം എന്നത് നല്ലതായി എന്നതുകൊണ്ട് അവനെ
ഒരാൾക്ക് മുൻകടത്താൻ സാധിക്കുകയില്ല. സ്വന്തം കർമ്മങ്ങൾ സ്വയം ചെയ്തു വെച്ചത്, സ്വന്തം അമലുകൾ, അത് മാത്രമാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ കുടുംബ പാരമ്പര്യവും കുടുംബ മഹിമയും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കുടുംബത്തെ കുറിച്ച് പഠിക്കലും ഇത് മനസ്സിലാക്കലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് അറബികൾക്കുള്ള വലിയൊരു കഴിവായി. അറബി ഗോത്രങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളോട് ചോദിച്ചാൽ തന്നെ ഈ ഒരാൾ പറഞ്ഞു നീ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ലഖബ് എന്താണ്, നിന്റെ വിളിപ്പേര് എന്താണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ന ഗോത്രത്തിലെ ഇന്ന ആളുടെ മകനല്ലേ, ഇന്ന താവഴിയുടെ എന്ന് അവർക്ക് പറയാൻ കഴിയുമായി. അത് നമ്മുടെ സമൂഹത്തിൽ പല സംസ്കാരങ്ങളും ഒക്കെ നമ്മൾ ഇടകലർന്ന് ഒന്നുകൊണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ഒക്കെ അത് വളരെ നഷ്ടപ്പെട്ടു പോയൊരു സംഗതിയാണ്. നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച്, നമ്മുടെ വല്യപ്പന്മാരെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് തന്നെയും ഒരു 2-3 തലമുറകൾക്ക് അപ്പുറത്തേക്ക് അറിയാത്തൊരു സ്ഥിതി. അത് ഒരു ഇസ്ലാമികപരമായി ചിന്തിച്ചാൽ തന്നെ അത് അത്ര നല്ലൊരു വിഷയമല്ല. നമുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅല്ലമു മിൻ അൻസാബിക്കും, നിങ്ങളുടെ പരമ്പരകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ ചിതറിപ്പോയത്, നിങ്ങളുടെ ഉപ്പമാരുടെ സഹോദരങ്ങൾ, ഇങ്ങനെ പല താവടികളെ പോയി അത് നിങ്ങൾ പഠിക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിങ്ങളത് പഠിക്കണം. കാരണം കുടുംബ ബന്ധം ചേർക്കണമെങ്കിൽ അറിയണ്ടേ. നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. കുടുംബ ബന്ധം ചേർക്കുന്ന ആ ബന്ധത്തെ കൂടുതൽ വിളക്കി ചേർക്കാനുള്ള എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നസബുകൾ നിങ്ങൾ പഠിക്കണം. കാരണം കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ അത് മഹബ്ബത്ത് വർദ്ധിപ്പിക്കും. അത് സ്നേഹ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കും. മസ്റാത്തുൻ ഫിൽ മാൽ, അത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ദീർഘായുസിന് കാരണമാകും. 3 കാര്യങ്ങൾ എണ്ണി, പരസ്പരമുള്ള സ്നേഹത്തിനും ഐക്യത്തിനും അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കും, അതിൽ സാമ്പത്തികമായ വർധനവും, മസ്റാത്ത് എന്നാണ് പറഞ്ഞത്. സാമ്പത്തികമായ വർധനവിനും ആയുസ് ദീർഘിച്ചു കിട്ടുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യാനായി ആയുസ് നീട്ടി തരിക. ജീവിക്കുന്ന ആ കാലത്തോളം എത്രയാണോ അല്ലാഹു നൽകിയത് ആ കാലത്ത് നല്ല അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ആ നല്ല ദീർഘായുസ് ഇതിനൊക്കെയും ഇത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് ആ ഹദീസ് ആദ്യം തുടങ്ങുന്നത് തന്നെ തഅല്ലമു മിൻ അൻസാബിക്കും, നിങ്ങളുടെ കുടുംബ പാരമ്പര്യങ്ങളെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അവരോട് ബന്ധം ചേർക്കണം. അമുസ്ലിമായ ആളുകളോട് പോലും, ഉമ്മമാരോട് പോലും സ്വഹാബി വനിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന കഴിയുമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു ഹബീബ റളിയല്ലാഹു അൻഹ. തന്റെ ഉമ്മയായ ഹിന്ദ് റളിയല്ലാഹു അൻഹ അവരോട് ബന്ധം ചേർക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. പല സ്വഹാബി വനിതകളും ചോദിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഉമ്മ മുശ്രിക്കയാണ്, ഇപ്പോൾ ശിർക്കിലാണ്, മുസ്ലിം ആയിട്ടില്ല. അഫ അസിലു ഉമ്മി, ഞാൻ എന്റെ ഉമ്മയോട് ബന്ധം ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നഅം സിലി ഉമ്മക്, ബന്ധം ചേർത്തു, നിന്റെ ഉമ്മയാണ്, ബന്ധം ചേർക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബന്ധം ചേർക്കുന്നതിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസത്തെയും അവിശ്വാസത്തെയും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മാതാപിതാക്കളുടെ ബന്ധത്തിൽ പരിഗണിച്ചില്ല എന്നത് തന്നെ ബന്ധത്തോടുള്ള പ്രാധാന്യം നമ്മൾ ഒരു സാധാരണഗതിയിലല്ല, കുറച്ചധികം പ്രാധാന്യം അതിനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കുന്ന ആളുകളോട് ഇങ്ങനെ ഈ അറബി ഇതിന്റെ പേരിലോ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേറെ അന്യ നാട്ടുകാരനായി, വേറെ ഗോത്രക്കാരനായി, വേറെ കുടുംബക്കാരൻ്റെ പേരിലൊക്കെ അഭിമാനം കാണിക്കേണ്ടതില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കവിത ചരിത്രത്തിൽ ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ ദീനനുസരിച്ച് ജീവിക്കുന്നു, അള്ളാഹുവിനെ പേടിക്കുന്നു, സൂക്ഷിക്കുന്നു, തഖ്വ അതിൽ ജീവിക്കുന്നു, അതാണ് ഒരു മനുഷ്യൻ. പാരമ്പര്യം ഉണ്ടെന്ന് കരുതി തഖ്വയൊന്നും വേണ്ട എന്ന് കരുതി ജീവിച്ചു ഒരു കാര്യമില്ല. അതിന്റെ പേരിൽ അങ്ങനെ സമാധാനിച്ച് സമാശ്വസിച്ച് ജീവിക്കേണ്ടതില്ല. ഫഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസിൻ, പേർഷ്യക്കാരനായ സൽമാൻ എന്ന് പറയുന്ന വ്യക്തിയെ, അറബിയല്ല, അല്ലാഹു റസൂൽ അറബിയാണ്, സ്വഹാബികൾ ഭൂരിഭാഗം അറബികളാണ്. ഫാരിസിയായ പേർഷ്യക്കാരൻ സൽമാൻ അറബിയല്ലോ. പക്ഷെ സൽമാൻ അറബിയല്ലാതെ ഇസ്ലാം എന്നതാണ് അയാൾ ഉയർത്തിയത്. അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ ഉയർന്നത് ഇസ്ലാം എന്നത് ഒറ്റ ഒന്ന് കൊണ്ട് മാത്രമാണ്. അറബിയാണ്, പ്രവാചകന്റെ പിതൃവ്യനാണ്, ഖുറൈശി തറവാട്ടിലെ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, കാബയുടെയും അതുപോലെ തന്നെ ഹജ്ജിന്റെയും ഒക്കെ പല ജോലികളും സേവനങ്ങളും ഒക്കെ നിർവഹിക്കുന്ന വ്യക്തിയാണ് അബൂ ലഹബ്.
പക്ഷേ ഷിർക്ക് എന്നത് വലിയ ഉന്നതരും കുലീനമായ അബൂലഹബിനെ താഴ്ത്തിക്കളഞ്ഞു. അറബിയെ അല്ലാത്ത, ഇതൊന്നും ഒരു പാരമ്പര്യവും ഇല്ലാത്ത അന്യനാട്ടുകാരനായ പേർഷ്യക്കാരനെ സൽമാനെ ഇസ്ലാം ഉയർത്തുകയും ചെയ്തു. അതൊരു പാഠമാണ് എന്ന് അലി ബിൻ അബി താലിബ് തന്നെ പറയുന്നത് കാണാൻ. ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസാരങ്ങളിലും അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലും ഒക്കെ നമ്മുടെ മനസ്സിൽ അത്തരം ചില ചിന്തകൾ കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് മാറ്റാനും ആളുകളെ ഒരു സമഭാവനയോട് പരിഗണിക്കാനും ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ മറ്റ് പല പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, മറ്റു പല സംസ്കാരങ്ങളിൽ വരുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സംസ്കാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, നാടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഭാഷകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനൊക്കെയും ഒരു നല്ല രൂപത്തിൽ കാണാനും അവരെ അതിന്റെ പേരിൽ ഒന്നും പരിഹസിക്കാതിരിക്കാനും കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ചിന്തിച്ച് നമ്മുടെ നാട്ടിൽ തന്നെയും നമ്മുടെ കുടുംബം ഒരു വലിയ ഉന്നത കുടുംബമാണെങ്കിൽ, ഒരു കുലീന കുടുംബമാണെങ്കിൽ, അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ആഴത്തിൽ സ്വാധീനമുള്ള കുടുംബങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്ത കുടുംബങ്ങളിൽ ജനിച്ച ആളുകൾ അതിന്റെ പേരിൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് തിരിച്ച് അതിന്റെ പേരിൽ ഒരു എക്സ്ട്രാ ഒരു പരിഗണന നമ്മൾ ആഗ്രഹിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാ ഖൈറിലും നമ്മുടെ കുടുംബം മുന്നേറണം എന്ന ചിന്തയും മാത്സര്യ ബുദ്ധിയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കുടുംബം ആ ഒരു രൂപത്തിൽ അഭിമാനകരമായി തന്നെ ഉയർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ ഖൈറിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം, നന്മകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബം, അങ്ങനെയുള്ള ഒരു തറവാട്, എല്ലാ കാര്യങ്ങളിലും നാട്ടുകാരുടെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും പള്ളിയുടെ വിഷയത്തിലും ഒക്കെ ഇടപെടുന്ന ആളുകളുടെ കുടുംബം, അറിവ് സ്വീകരിക്കുന്ന ആളുകളുടെ കുടുംബം, എല്ലാ രംഗത്തും ഒരു അഭിമാനകരമായി പറയാൻ കഴിയുന്ന ഒരു കുടുംബം എന്ന നിലയ്ക്ക് വളരാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിന്റെ പേരിൽ ഒരു പൊങ്ങച്ചവും ഇത് നമ്മൾ ആഗ്രഹിക്കരുത് എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മത പാലിക്കാനും ഈ നോമ്പിൽ തഖ്വ ശീലിച്ചെടുക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅലൈഹി വസല്ലല്ലാഹു അലൈഹി നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.